ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറേ ആയിട്ട് നമ്മൾ കറിയുടെയൊക്കെ റെസിപ്പിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ നമ്മളിന്ന് അമൃതം പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് സ്നാക്സുകളാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വരും വീഡിയോകളിലൊക്കെ നമ്മൾ കുറച്ച് സ്നാക്സിൻ്റെ ഐറ്റംസാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അമൃതം പൊടി ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ സ്നാക്സ് തയ്യാറാക്കി കൊടുത്ത് നോക്കുക. അപ്പോൾ അവർ ഇത് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുകയും കഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിത് ഇവിടെ അമൃതം പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് എല്ലാവർക്കും അറിയായിരിക്കും. 6 മാസം മുതൽ 3 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് അംഗൻവാടികളിൽ നിന്ന് കിട്ടുന്ന പോഷകാഹാരമാണ്. അപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ളത് ഗോതമ്പ്, കടലപ്പരിപ്പ്, നിലക്കടല, സോയ, പഞ്ചസാര ഇത്രയാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ കുട്ടികൾക്ക് ഇങ്കൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ പല രീതിയിലുള്ള പലഹാരങ്ങളൊക്കെ ആക്കി നമുക്കിത് കൊടുക്കാൻ സാധിക്കും. അപ്പൊ ഇത് ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒരു പൗഡറാണ്. ഇത് നമ്മൾ എങ്ങനെയെങ്കിലും കുട്ടികൾക്ക് കഴിപ്പിക്കാൻ നോക്കുക. അപ്പൊ ഇതിന്റെ കുറെ റെസിപ്പികൾ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അമൃതം പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ പായസം, സ്നാക്സ്, കേക്ക്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കയറി നോക്കാട്ടോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതിൽ നിന്ന് 1 കപ്പ്, ഏകദേശം നമ്മളതേ മെഷർമെന്റ് കപ്പാണ് പറയുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഏത് ഗ്ലാസ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ ഒരു കപ്പിലോ 1 കപ്പ് അമൃതം പൊടി നമുക്ക് ആദ്യം തന്നെ എടുക്കാം. അപ്പൊ ഞാനിവിടെ അതേ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഒരു മുട്ട അതിലേക്ക് പൊട്ടിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.25 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അത് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, ഒരു 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഉണ്ടാവും. നമ്മൾ 10 രൂപയുടെ പാക്കറ്റ് ഉണ്ടല്ലോ, അതൊരെണ്ണം വാങ്ങിയതായിരുന്നു. അപ്പൊ അത് ഫുള്ള് ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ചേർത്തേച്ചാൽ മതി. പിന്നെ ഒരു നുള്ള് ഉപ്പ് ചേർക്കാം. നമുക്ക് ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാനായിട്ട്. നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയും മുട്ടയും അതുപോലെ തന്നെ ആ ഒരു പാൽപ്പൊടിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവണം. ഇവിടെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതെ, നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് അമൃതം പൗഡറാണ്. അപ്പോൾ 1 കപ്പ്, നമ്മുടെ വീട്ടിലുള്ള ഒരു ഗ്ലാസ്സിന് അമൃതം പൊടി 1 ഗ്ലാസ് ചേർക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതേ കൈ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ അമൃതം പൊടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അമൃതം പൊടി അപ്പൊ നമ്മുടെ കയ്യിൽ ഒട്ടി പിടിക്കും. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തേക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. അമൃതം പൊടി മാത്രമാകുമ്പോൾ നമുക്കിത് നല്ല കട്ടിയിൽ കിട്ടാൻ പാടാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഗോതമ്പ് പൊടിയുടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എടുക്കണ ഒരു മുട്ടയുടെ വെള്ളയുടെ അനുസരിച്ച്, അതിന്റെ ഒരു അളവ് അനുസരിച്ചിരിക്കും ഇതിന്റെ നനവ് തന്നെ കേട്ടാ. ഞാൻ ഇപ്പൊ എടുത്ത മുട്ടകൾ ചെറുതായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഗോതമ്പ് പൊടി ചേർക്കേണ്ടി വരില്ല. ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന മുട്ടയുടെ വലിപ്പത്തിനനുസരിച്ചിട്ട് നമ്മൾ ഗോതമ്പ് പൊടി കുറച്ച് അധികം ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇനി ഇത് നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് നല്ലൊരു മാവാക്കി എടുക്കാം. നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം അതിലേക്ക്. എടുക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് കുറച്ചുകൂടി ഹെൽത്തി ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നമ്മുടെ ഈ അമൃതം പൗഡർ കൈമ ഒട്ടി പിടിക്കണൊക്കെ ആ ഒരു ഇത് നമ്മൾ ഇതിലേക്ക് നെയ്യ് ചേർത്ത് കഴിയുമ്പോൾ മാറിക്കിട്ടും കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. ഇനിയിപ്പോ നമ്മള് ഇതിലോട്ട് പാൽപ്പൊടി ചേർത്തായിരുന്നല്ലോ. അപ്പൊ പാൽപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഇനി പാലായാലും ചേർത്ത് കൊടുത്തേച്ചാൽ മതി കേട്ടോ. പാൽപ്പൊടി തന്നെ ചേർക്കണമെന്നൊന്നുമില്ല. നമ്മളിത് ഇവിടെ നന്നായിട്ട് ഇത് ഉരുട്ടി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ചേരം ഇവിടെ ഇരിക്കട്ടെ.
ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ 1/2 കപ്പ് അല്ലെങ്കിൽ 1/2 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് നമ്മൾ പഞ്ചസാര എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 4 ഏലക്ക ഞാൻ പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പൗഡറായിട്ടാണ് ചേർക്കണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കിത് ഇതിൽ നിന്ന് കുറേശ്ശെ എടുക്കാം കേട്ടോ. നമ്മൾ ആ ഉരുട്ടി വെച്ചേക്കണേന്ന് കുറേശ്ശെ എടുത്ത് ഓരോ ബോൾസ് ആക്കി എടുക്കാം. നമുക്ക് ഉണ്ടല്ലോ, നമുക്ക് ബോൾസ് ആക്കിയിട്ട് മാറ്റാം. അപ്പോൾ നമ്മൾക്ക് ഏത് ഷേപ്പ് വേണം, ഇനിയിപ്പോൾ ഇതുപോലെ റോള അല്ലെങ്കിൽ ചതുരായിട്ട് വേണം, എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഇത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇഷ്ടമുള്ള ഷേപ്പിനൊക്കെ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് ഈ ഒരു ഷേപ്പിലും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഇവിടെ 5 എണ്ണം ഈ ഒരു ഷേപ്പിലും ബാക്കി നമ്മളിത് ഇവിടെ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ ഓയിലാണ് വെച്ചേക്കുന്നത്, അതിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ആയാലും മതി കേട്ടോ. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇത് ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഓയിൽ ചെറുതായിട്ട് ചൂടാകുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു സ്നാക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ചൂടിൽ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗമൊക്കെ ഭയങ്കരമായിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ഉള്ളിൽ വേവത്തുമില്ല. ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റാം. ഈ ഒരു കളറായി കഴിയുമ്പോൾ നമുക്കിത് മാറ്റാം കേട്ടോ. അമൃതം പൗഡർ ആയതുകൊണ്ട് ഇതിങ്ങനെ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതിലോട്ട് ബാക്കി ബോൾസ് ഇട്ട് കൊടുക്കാം. ഇതും നമുക്ക് അതുപോലെ തന്നെ ഫ്ലെയിം കുറച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. മറ്റത് കുക്ക് ചെയ്യണതിൻ്റെ അത്രയും സമയം ഇതിന് ആവശ്യമില്ല. ഇതും കോരി മാറ്റാട്ടാ. നമ്മൾ ഫസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുള്ള പഞ്ചസാര ലായനി ഉണ്ടല്ലോ, അതിലോട്ട് നമുക്ക് ഈ ഒരു സ്നാക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ലായനി ചൂടാറിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഈ സ്നാക്സ് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലാണ് വേഗത്തിൽ ഷുഗർ പാനി നന്നായിട്ട് അതിലേക്ക് പിടിക്കത്തുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം, എന്നിട്ട് സ്നാക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കുക. കുറച്ച് നേരം ഒരു വശം ഇരിക്കട്ടെ, കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ മറുവശം തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു പഞ്ചസാര ലായനിയിൽ ഇത് ഡിപ്പ് ചെയ്യുമ്പോൾ നല്ലൊരു കളർ വരും കേട്ടോ, നല്ലൊരു ഗ്ലേസിങ് ആവും നമ്മുടെ സ്നാക്കിന്. അതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ, കിടിലൻ ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. ഇത് ഒരുപാട് നേരം പഞ്ചസാര ലായനിയിൽ ഡിപ്പ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. വേഗത്തിൽ തന്നെ നമ്മൾ ചൂടോടുകൂടി തന്നെ ഇട്ട് കൊടുക്കണോണ്ട് തന്നെ വേഗത്തിൽ ആ ഒരു ലായനൊക്കെ ഇതിലേക്ക് പിടിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാനൊക്കെ ആയിട്ട്. ഇത് ശർക്കര ഇത് നമ്മൾ അമൃതം വെച്ചിട്ടാണ് ചെയ്യണതെന്ന് അത് മനസ്സിലാവത്തേ ഇല്ല. പിള്ളേർക്കാണെങ്കിലും അത്ര മനസ്സിലാവത്തൊന്നുമില്ല. ആ ഒരു മുട്ടയൊക്കെ ചേർത്തേക്കണോണ്ട് തന്നെ വേറൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.